ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങി. ഹൈക്കോടതി ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് കീഴടങ്ങൽ. കേസിലെ രണ്ടാം പ്രതിയായ അധ്യാപകൻ ഫഹദിനെ തന്റെ സ്ഥാപനത്തെ തകർക്കാൻ വൻകിട സ്വകാര്യ ട്യൂഷൻ സെന്റർ നിയോഗിച്ചതാണെന്ന ഗുരുതര ആരോപണവും ഷുഹൈബ് ഉന്നയിച്ചു. അതിനിടെ കേസിലെ 2ഉം 3ഉം പ്രതികളായ ഫഹദ്, ജിഷ്ണു എന്നിവർക്ക് കോഴിക്കോട് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചു. ഇപ്പോൾ അറസ്റ്റിലായ അധ്യാപകൻ്റെ ഒരു പ്യൂണും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യമല്ല. എൻ്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകനെ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. സംസ്ഥാനത്തെ ക്രിസ്തുമസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ മുഖ്യപ്രതിയായ കൊടുവള്ളി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. പിന്നാലെയാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഷുഹൈബ് കീഴടങ്ങിയത്. നിലവിൽ അറസ്റ്റിലായ പ്യൂൺ അബ്ദുൾ നാസറിനെ തനിക്ക് അറിയില്ലെന്ന് ഷുഹൈബ് പറഞ്ഞു. സെപ്റ്റംബറിന് ശേഷമാണ് രണ്ടാം പ്രതിയായ ഫഹദ് തന്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നത്. അതിനാൽ തന്നെ ചോദ്യപേപ്പർ ചോർത്തിയതിനു പിന്നിൽ തന്റെ സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുണ്ട്. തന്റെ നാട്ടിലെ ഒരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്ത വൻകിട ട്യൂഷൻ സെന്ററാണ് ഇതിന് പിന്നിലെന്നും ഷുഹൈബ് പറഞ്ഞു. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം. ഈ അധ്യാപകർ ആരാ പറഞ്ഞയച്ചെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. MS സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ സ്ഥാപനം ഒരു എൻ്റെ നാട്ടിലൊരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. കീഴടങ്ങിയ ഷുഹൈബിനെ ക്രൈംബ്രാഞ്ച് കോഴിക്കോട് SP KK മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. തുടർ നടപടികൾ പിന്നീട് സ്വീകരിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. നോക്കട്ടെ, അയാൾ കീഴടങ്ങിയിട്ടുണ്ട്. അവിടെ സംസാരിക്കട്ടെ, വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം പറയാം. രണ്ടാം പ്രതി ഫഹദിനെയും 4ആം പ്രതി അബ്ദുൾ നാസറിനെയും 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അപേക്ഷ സമർപ്പിച്ചിരുന്നു. താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇന്ന് അപേക്ഷ നൽകിയിരുന്നത്. അതിന് പിന്നാലെ തന്നെ ജില്ലാ കോടതി 2ആം പ്രതി ഫഹദിനും 3ആം പ്രതി ജിഷ്ണുവിനും ജാമ്യം അനുവദിച്ചു. ഇത് ക്രൈംബ്രാഞ്ചിന് തിരിച്ചടിയായിരുന്നെങ്കിലും ഷുഹൈബിന്റെ കീഴടങ്ങൽ വലിയ ആശ്വാസമാണ് നൽകിയിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.